കഴിഞ്ഞെല്ലാം വിട്ടേക്കൂ, ഇതാണ് ഈ പ്രസന്റിൽ ജീവിക്കുക. മാത്രമല്ല ഈ സഞ്ജുവിന്റെ കഴിഞ്ഞ 3 ഇന്നിങ്സുകൾ, ഈ ഫൈനൽ ഉൾപ്പെടെയുള്ള കഴിഞ്ഞ 3 ഇന്നിങ്സുകൾ ഒരു ലൈഫ് ടൈം ഇന്നിങ്സ് തന്നെ, അതിനകത്തൊരു തർക്കമില്ല. കാരണം സഞ്ജുവിന്റെ മുഴുവനുള്ള ഇനിയിപ്പോ എത്രയൊക്കെ സഞ്ജുവിന്റെ കരിയർ മുന്നോട്ട് പോയാലും ഈ 3 മത്സരങ്ങൾ മാത്രം മതി ഒരു താരത്തെ നമുക്ക് എക്കാലം ഓർത്തിരിക്കാൻ. സഞ്ജുവിന് ഏറ്റവും പ്രൗഡായിട്ട് തൻ്റെ കരിയറിലെ ഓർത്തിരിക്കുന്ന മത്സരങ്ങളായിട്ട് ഈ കഴിഞ്ഞു പോയ കാരണം ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ, ഈ 3 മത്സരിക്കുന്നതുകൊണ്ട് ഈ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഈ 3 മത്സരങ്ങൾ ഇതേപോലെ ഇത്രയും സ്കോർ ചെയ്ത ഒരു താരം ചിലപ്പോൾ അപൂർവമായിരിക്കും. നമുക്ക് എൻ്റെ ഡാറ്റ നോക്കിയാൽ അറിയുള്ളൂ, എങ്കിലും സമീപകാലത്തൊന്നുമില്ല അല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല ഈ ലോകകപ്പ്, നേരത്തെ സോണിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ലോകകപ്പ് പോലൊരു ഭയങ്കര സമ്മർദ്ദമുള്ളൊരു ടൂർണമെന്റുകളിൽ ഇത്രയും കൺസിസ്റ്റന്റ് ആയി 3 മത്സരങ്ങളിലും പെർഫോം ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഒട്ടും. ഒരുപക്ഷെ ഇതിഹാസ താരങ്ങൾക്ക് മാത്രം സാധിച്ചിട്ടുള്ള വെറുതെ പെർഫോം ചെയ്യാൻ ആവശ്യത്തിൽ ഇപ്പൊ ആദ്യത്തെ കളികൾ മുതൽ നന്നായി കളിച്ചു പോകുന്ന, അതായത് കറക്റ്റ് ടച്ചുള്ള ഒരു താരം കളിക്കുന്ന പോലെയല്ല. ആദ്യത്തെ കളിയിൽ വരുന്നില്ല, പിന്നെയുള്ള കളികളിൽ അത്ര പ്രതീക്ഷിച്ച് പ്രകടനം നടത്താൻ കഴിയുന്നില്ല. ആ സമ്മർദ്ദമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ വീണ്ടും മാറ്റി നിർത്തുന്നു, പിന്നീട് വീണ്ടും തിരിച്ചു വരുന്നു. അങ്ങനെ സഞ്ജുവിന്റെ ഒരുപക്ഷെ ആ കരിയർ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്രത്തോളം ബ്രേക്ക് വന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു താരം ഈ സമീപകാലത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയും. പക്ഷെ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂര്യകുമാർ യാദവ് എത്തിയതിനു ശേഷം കുറെ കൂടെ സഞ്ജുവിന് അവസരങ്ങൾ കിട്ടുന്നു, കുറെ കൂടെ സഞ്ജുവിനെ വിശ്വസിച്ച് ചുമതലകളെ ഏൽപ്പിക്കുന്നു. പല പരിമിതികളും ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ, പക്ഷെ എങ്കിൽ പോലും ആ സഞ്ജുവിനുള്ള വിശ്വാസം പരിപൂർണമായി തന്നെ സഞ്ജുവിലേക്ക് ആ ദൗത്യം എത്തിച്ചേരുന്നു. ആ ദൗത്യം വളരെ മനോഹരമായി തന്നെ ഒരുപക്ഷെ രാജ്യത്തിന് വേണ്ടി തനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ത് എന്ന ബോധ്യത്തോടെ തന്നെ 3 നിർണായക മത്സരങ്ങളിലും പെർഫോം ചെയ്യുന്നു. ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നു. ഒരുപക്ഷെ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ MAB പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിലോ നമ്മുടെ കേരളത്തിലോ രാജ്യത്തോ മാത്രമല്ല ലോകത്തുള്ള ക്രിക്കറ്റ് ആരാധകരെല്ലാം സഞ്ജുവിന്റെ ഈ പ്രകടനങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ ലൈഫിൽ പറയും കഴിഞ്ഞു പോയതൊന്നും നമുക്ക് നഷ്ടങ്ങളല്ല, ആ നഷ്ടങ്ങൾ പോലും നമുക്ക് പാഠങ്ങളാണ്, അനുഭവങ്ങളാണ്. വരാൻ പോകുന്ന കാലത്തെ കൂടുതൽ മെച്ചപ്പെടുത്തൽ. അപ്പോൾ സഞ്ജുവിൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ അവൻ ചില പാഠങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇത്രയും നാളത്തെ കരിയറിൽ ഇപ്പോൾ IPL-ൽ സഞ്ജു എപ്പോഴും ഒരു സൂപ്പർ താരമാണ്. പക്ഷേ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ സഞ്ജു അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പല രീതിയിൽ അവഗണന, മറ്റൊരുത്തിൽ ഇങ്ങനെ പല പേരുകളുണ്ടെങ്കിലും അതിന് പല നമ്മൾ ഈ കാണുന്ന പോലെ അങ്ങനെ ഒരു ലോബിയും കൊണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഉണ്ടാകുമായിരിക്കും, ഇല്ല എല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷേ മാറ്റിനിർത്തലുകൾ ഉണ്ടാകുന്ന, ടീമിൽ എത്താൻ കഴിയാതെ വരുന്നു, കിട്ടുന്ന അവസരങ്ങൾ ചിലപ്പോൾ നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്നു, ഇതൊക്കെയുണ്ട്. പക്ഷേ ആ അനുഭവങ്ങളൊക്കെ എന്താ പറയുക, നമ്മൾ ഈ തേച്ച് മിനുക്കി എടുത്തതിൻ്റെ, അല്ലെങ്കിൽ സഞ്ജു അതിനെ ആ അനുഭവങ്ങളെയൊക്കെ കൃത്യമായൊരു തനിക്ക് നിലയുറപ്പിച്ച് നിൽക്കാനുള്ള നല്ലൊരു അടിത്തറയാക്കി ഉപയോഗിച്ചു എന്നതുകൊണ്ടാണ് ഈ നിർണായകമായ മൂന്ന് ആരും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പതറിപ്പോകാമായിരുന്നു. ഇത് സൂര്യകുമാർ യാദവ്, ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് ഒറ്റയടി ആ സമ്മർദ്ദം ഇല്ലാതെ ഇറങ്ങിയാൽ പോലും കളിയാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ലക്കിൻ്റെ ഒരു ഫാക്ടർ എപ്പോഴും ഉണ്ട്. പക്ഷേ ആ ഒരു അനുഭവങ്ങളുടെ കരുത്ത് സഞ്ജുവിൽ പ്രതിഫലിച്ചു, സഞ്ജുവിന്റെ ബാറ്റിൽ അത് കണ്ടു എന്നതാണ്. നമ്മുടെ താരങ്ങളൊക്കെ ഇങ്ങനെ ആ കപ്പ് വാങ്ങാൻ കാത്തുകയാണ് സന്തോഷമല്ലേ? ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആഘോഷത്തിന്റെ ദൃശ്യം കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ 2007 ഓർമ്മ വരികയാണ്. അന്ന് ഞാൻ പഠിക്കുന്ന സമയത്താണ്. അന്ന് ആദ്യമായി ഇന്ത്യ T20 ലോകകപ്പ് നേടുമ്പോൾ ഇതേപോലെ നമ്മുടെ വീടിനൊക്കെ പുറത്ത് ഇതേപോലെ നാട്ടിലുള്ള ആളുകളൊക്കെ ചേർന്ന് ആഘോഷത്തിൽ പങ്കെടുത്ത അന്നത്തെ ഒരു ദൃശ്യം കൂടെ, വ്യക്തിപരമായ അനുഭവം കൂടെ പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ ആ സന്തോഷം പങ്കുവെക്കുന്നു അല്ലേ? തീർച്ചയായും. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ആളുകൾ കൂടിയിരുന്ന് ഇപ്പോൾ നമ്മൾ കണ്ട വിഴിഞ്ഞത്തും കാണുന്ന ഈ ലൈവ് ദൃശ്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നാണ്. വിഴിഞ്ഞം, കോഴിക്കോട്. അപ്പോൾ അവിടെയൊക്കെ കഴിഞ്ഞിട്ടില്ല, സമയം 1 മണിക്കൂർ കഴിഞ്ഞു. കാരണം ആ കപ്പ് വാങ്ങുന്നത് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതൊരു എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ അശ്വതിന് ഓർമ്മയുണ്ടോ? നമ്മളിപ്പോൾ വനിതാ ടീമാണെങ്കിലും പുരുഷ ടീമാണെങ്കിലും ഒക്കെ കപ്പടിക്കുമ്പോൾ അവർ ആ കപ്പ് വാങ്ങുന്നത് പോകുന്നത്, അതായത് വളരെ സ്റ്റെപ്പ് വെച്ച് പതുക്കെ പോയി ആ കപ്പ് വാങ്ങുന്നു. പിന്നെ തന്നെ അതേ ആ ഒരു ആക്ഷൻ ഇവിടെയും എടുക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ സ്ക്രീനിൽ 2007, 2024, 2026 നമ്മുടെ ആ വിജയ നിമിഷങ്ങളാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ക്യാപ്റ്റന്മാരും ഉണ്ട്. ഇനി പുതിയതായി കപ്പ് ഉയർത്തുന്ന ക്യാപ്റ്റനാണ്. അപ്പോൾ ഒരു തലമുറകളാണ് നമ്മളിപ്പോൾ ധോണി, രോഹിത് ശർമ്മ, അതൊരു തലമുറ. അതിനു മുമ്പ് സച്ചിൻ, ആ 2 തലമുറയുടെ മിക്സാണ് നമ്മൾ വേൾഡ് കപ്പ് വിജയമായിട്ട് 2010 കണ്ടത്. അത് വലിയ മറക്കാനാവാത്തൊരു നിമിഷം തന്നെയാണ്. സച്ചിനെ തോളത്തേറ്റി വാങ്കഡയിലൂടെ നമ്മുടെ താരങ്ങൾ, വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങൾ ഇങ്ങനെ നടന്നത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകനും മറക്കാനാവാത്ത കാഴ്ചയാണ്. സച്ചിനോടുള്ള നമ്മുടെ ആ ഇഷ്ടം അത് ഇപ്പോഴും ഒരു തരിമ്പ് പോലും കുറഞ്ഞില്ല. സച്ചിനെ ആ താരങ്ങൾ എത്രത്തോളം വിലമതിക്കുന്നു. സച്ചിന് വേണ്ടിയുള്ളൊരു കപ്പ് എന്ന് സത്യം പറഞ്ഞാൽ ലോകത്ത് അങ്ങനെ
ഒരു താരത്തിന് വേണ്ടിയുള്ള കപ്പ്. ഇപ്പോൾ അർജന്റീന വേൾഡ് കപ്പ് നേടിയപ്പോൾ മെസ്സിക്കുള്ള കപ്പ് എന്ന് പറഞ്ഞ പോലെയാണ് സച്ചിന് വേണ്ടി ഒരു കപ്പ് നേടിക്കൊടുത്താണ്. അതിനുശേഷം ടീം ഒന്നടങ്കം ഇതിപ്പോൾ എല്ലാവരും അവരുടെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ എന്ന് വെച്ചാൽ പലരുടെയും കരിയറിന്റെ തുടക്കത്തിലാണ് ഇവരിങ്ങനെ ഒരു കപ്പ് കിട്ടുന്നത്. സച്ചിനെ സംബന്ധിച്ച് ഇത്രയും ലോകോത്തര താരമായി നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഒരു അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് കപ്പടിക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇവർക്കൊക്കെ ശിവൻ ദുബെയൊക്കെ അവസാനം വന്ന് കളിച്ച കളി നമ്മൾ തന്നെ പറയില്ലേ, നേരത്തെ ഇറങ്ങിയിരുന്നത് എന്തായിരുന്നു അവസാനം. ശിവൻ ദുബെ വളരെ കോൺഫിഡന്റ് ആണ്, അത് ചോദിക്കണം വളരെ അനായാസമാണ് സിക്സ് ഒക്കെ അടിക്കുന്നത്. ഒരു പക്ഷേ ഒരു സ്ട്രെയിനും ഇല്ലാതെ വളരെ അനായാസം സിക്സ് പന്ത് ബൗണ്ടറി കിടത്തുക, അത് ശിവൻ ദുബെ ഒരു പൊതുവെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ശിവൻ ദുബെയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ബാറ്റിംഗ് ശൈലി എന്ന് പറയുന്നത് വളരെ രസകരമാണ്. കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ പാണ്ഡ്യയുടെ ആ ഇറങ്ങിയ സ്ലോട്ടിൽ ദുബെ ഇറങ്ങിയെന്നുണ്ടെങ്കിൽ ഒരു 250 പോയേനെ, ഒരു പക്ഷേ 250 കളിയില്ല.